നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാര്യക്കാരനായ നസീർക്കട കോട്ടയത്ത് നിന്ന് പിന്നെ കിടങ്ങൂരിന്നും കുറുവലിങ്ങേടുന്നുമായിട്ട് ആശാ വർക്കേഴ്സ് ചേച്ചിമാർ വന്നിട്ടുണ്ട് ഓഡിയൻസ് ആയിട്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ടിനിച്ചേട്ടാ ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ സ്കിറ്റ് അങ്ങടാവാ. ടീം പത്തനംതിട്ട എഗൈൻ ഒരു ചെറിയ ചേഞ്ചുമായിട്ട് രാജ് ചേട്ടന് വയ്യാത്തോണ്ട് ഹരിച്ചേട്ടനുണ്ട്, സുഹിത്തുണ്ട്, കൂടെ അഭിലാഷുണ്ട്. ഒരു നല്ല കൈഡി. മണ്ണിന് താങ്ങാവണ കൈ നമ്മളടാ വീണേടം ഓണേടം പറുദീസ എങ്ങണ്ടായിക്ക് വളം വാങ്ങിക്കണ്ടായോ? വളം 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 എന്നതാ ചെങ്ങണ്ടായിക്ക് വളം വാങ്ങിക്കണ്ടായോ? ഉടയോ ഉടയല്ല വാങ്ങി തുണ്ടനക്കുക. എന്തായാലും കാര്യം ഉണ്ടെങ്കിൽ പറയട്ടായോ? പറഞ്ഞാലും കേൾക്കത്തില്ല. അടുത്ത പറയുമ്പോ വേറെ ഏതാണ്ട് പറഞ്ഞോണ്ടിരിക്കുക എന്നുള്ളൊരു ഇതാ. കാണിക്കുവാടി ഇല്ലാതെന്തോ കാണിക്കുക. എന്റെ അടിക്കാതെ ഒരു പാമ്പ് കയറിയിട്ടുണ്ട്. ഞാൻ ആ താഴത്തെ വീട്ടിലെ പയ്യനോട് പറഞ്ഞപ്പം പയ്യൻ പറഞ്ഞത് ടോർച്ചടിച്ച് നോക്കാൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാം. 2-3 ടോർച്ച് കൂടെ വേണ്ടി വരും. എന്തിനാ? കാരണം അത്രയ്ക്ക് വലിയൊരു പാമ്പായത് പോകുന്നോണം വരെ ഇതടിക്കണം. പിന്നെ വേറൊരു കാര്യം പറയട്ടെ. എവിടെ ഞാൻ അങ്ങോട്ട് പോവാ. പോകുമ്പം പാമ്പ് ഇതിനകത്തിരിപ്പുണ്ട്. ടോർച്ച് അടിച്ച് നിന്നോണം. അതെ എന്തുവാ ഓട്ടൊക്കെ വരുന്നു. ഓട്ടോയ്ക്ക് ആരാ വരുന്നേ? കോട്ടയത്ത് പോകുന്ന കാര്യമല്ല, പിന്നെ എലക്ഷൻ വരുന്ന. അത് പറയട്ടായോ? ഒരു പണി എല്ലാ പണി ഞാൻ ചെയ്യണം. എന്താ കാണിക്കുവാ? ഓട്ടോയ്ക്ക് ഇളയച്ചൻ വരുന്നു പറഞ്ഞില്ലയോ? തുടച്ചിടണ്ടായോ? കിളയ്ക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. കിളയ്ക്കാൻ പോയി. പിന്നെ വോട്ട് ചെയ്യണ്ടായോ? വോട്ട് ചെയ്യണ്ടായോ? ഞാൻ അതാ പറഞ്ഞത്. ആൾക്കാരൊക്കെ കയറി വരും. വീട്ടിൽ ആരെങ്കിലും വേണ്ടായോ? വേണം. അതാ ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ സമയം അങ്ങോ പോവാ. ഇല്ലണ്ടായോ? ചില്ലണ്ടായോ? ചില്ലണ്ടായോ? രണ്ടേ അടിച്ചല്ലോ. വല്ലതും തിന്നണ്ടായോ? ഇല്ല, തിന്നണ്ടായോ? ഒരു കാര്യം ചെയ്യേ. ഞാൻ അടുപ്പത്ത് അരി ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കോണം. ഞാൻ താഴെ കടയിൽ പോയി വല്ലം വയറ് നിറച്ച് കഴിച്ചിട്ട് വരാം. എന്തുവാ? ഒരു കാര്യം പറയട്ടെ. നീയേ ഒരു കാര്യം ചെയ്. കടയിലെങ്ങാനും പോയി വല്ലതും കഴിക്ക. ഞാൻ കുളിച്ചിട്ടാ പോകുന്ന മനുഷ്യ. കഴിച്ചോ? കരിഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ അടുപ്പത്ത് കിടക്കണോ നോക്കണോ കണ്ട് കരിഞ്ഞെന്ന്. അവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ടോ. ചുമ്മാ കടന്ന് വായ അലക്കത്തേ ഉള്ളൂ. കാര്യമൊന്നും പറയത്തില്ല. ഞാനെന്തോ പൊട്ടനാന്നോ? എത്ര കൊല്ലമായി? ഹലോ, ഞാൻ ചോദിച്ചത് നമുക്ക് ആ 10 വോട്ടും നമുക്ക് കിട്ടത്തില്ലയോ? ഇവിടെ 2 വോട്ടുമായിട്ട് ഞാൻ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ആ വീടുണ്ടെന്നല്ല പറഞ്ഞത്. അത് ഇപ്പം വീഴൊന്നും വേണം പറയാം. അതുപോലെ ഇരിക്കുക. പിന്നെ ഞാനൊരു നമ്പർ തരാം. മറ്റേ മെമ്പറെ ഒന്ന് വിളിച്ച് പറയണം. അപ്പം പറയാം 90 120 ഗ്ലാസ് ടച്ചിങ്. അതല്ല 90 120 80 36 68. ഒന്ന് പറഞ്ഞേക്കണേ വോട്ടിങ് തരാനേ. ഇവിടെ ഇപ്പം 2 പേരുണ്ട്. ഞാൻ അപ്പച്ചനും അമ്മച്ചും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അച്ചായ, ഞാനേ റാന്നി പഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ വോട്ടിങ് തരണം. അത് പറയാനാ വന്നേ. സുഖമാണല്ലോ അല്ലയോ? മക്കളെ വാ. എന്തുവാ കാര്യം? എവിടുന്നാ വന്നേ? ഞാനേ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്നുണ്ട്. പട്ടാളത്തിൽ പോയോ? പട്ടാളത്തിൽ പോയോന്ന് അമ്മച്ചി വന്നു. അമ്മച്ചി കൊള്ളാം. എന്റെ പൊന്നു മോനെ, ഇത് കേട്ടിട്ട് ചെവിയും കേൾക്കത്തില്ല, കണ്ണും കാണത്തില്ല, വെടിവെച്ചാ പോകുകയെന്ന് പറയും. നല്ല ഭാഷയോടാ എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞട്ടെ? ഞാനേ ഈ പ്രാവശ്യം റാന്നി പഞ്ചായത്തിൽ 9-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു. അപ്പൊ വോട്ടിങ് തരണം. അത് പറയാനാ വന്നത്. സുഖമാണല്ലോ അല്ലയോ? മനസ്സിലായി. എന്തുവാ പറഞ്ഞ? എവിടുന്നാ വരുന്നേ? ഇതെന്തിയാ ചെവി വെക്കുന്ന? എന്തിയേ? കൈ കൊണ്ട് നടക്കാം. ചുമ്മാതല്ല, അതോടെ കയറ്റി വെച്ചേ. മറന്നുപോയി. ഇപ്പം പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലാവും. അപ്പൊ ഉറക്കെ പറഞ്ഞാ മതി, എനിക്ക് കേൾക്കാം കേട്ടോ. ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ലിസ്റ്റ്. നിങ്ങൾക്ക് ഇത്ര വോട്ടാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഈ വീട് ഞാൻ പൊളിക്കും. കാര്യം പറ്റുന്നില്ല. അതല്ലെന്ന് പൊളിച്ചിട്ട് 2 നില പണിത് തരാം. 2 നില പണിത് തരാം. എന്താടി
2 തവണ പണി തരാമെന്നാ പറയുന്നത്. 2 തവണയല്ല, പിന്നെ? ഒറ്റ തവണ 1 നില. എന്തുവാ പറയാ? എന്തിനാ കൂടുതല് എന്റെ മോനെ നീ ചുണ്ടനക്കാതെ എന്തുവാന്ന് വെച്ചാ കാര്യം പറയും. ചേടാ ഒരു മിനിറ്റ്. ആ റെജി സാന്ദ്ര ഇല്ലയോ? എന്തുവാ നീ? ഞാൻ പറഞ്ഞതേ ഇങ്ങനെയാണ്, ഞാൻ നിക്കത്തില്ല ഇലക്ഷന്. ഒരു 30 വീട് കയറേണ്ട സമയമാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ കളയുന്നത്. ഇത് കിട്ടിയെന്ന് പറയാം. അതന്നെയല്ല, തള്ളയൊക്കെ ചാകാറായിരിക്കുക. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിത് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുന്നുണ്ടോ ആർക്കേലും? അതൊക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. മോനെ ഓ വന്നേ. ആ അപ്പോഴേ എന്തിനാ വന്നേ? കാര്യം പറ. ഞാൻ വോട്ടിന് നിൽക്കുന്നു പഞ്ചായത്തിൽ. ഇപ്പൊ കേക്കാവോ? കേട്ടു. ആ അപ്പൊ പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. പോസ്റ്റ് ഇട്ടെങ്കിൽ വലിയ നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഇടണം. എവിടെ? നമുക്ക് കറണ്ട് കമ്പി ഇങ്ങോട്ട് വലിക്കണ്ടായോ? പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞെന്ന്. എല്ലാ പോസ്റ്ററേ ചിഹ്നം അത് കടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ചിന്നക്കടയിൽ ആരെയാ വെട്ടി? ചിന്നക്കടയെ വെട്ടിയെന്നോ? പിന്നെ ദോസിനെ മോനെ എന്റെ പൊന്നപ്പച്ച പറയുന്നത് ചെവി കേക്കത്തില്ല. ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലയോ ആ ചിന്നക്കടയിൽ എന്തുവാ പ്രശ്നമെന്ന് പറഞ്ഞത്? ചിന്നക്കടയിലല്ല, ചിഹ്നം കടയിൽ ഒട്ടിച്ചിട്ടുണ്ട്. വോട്ടങ്ങ് ചെയ്യണം. കേട്ടു. പറഞ്ഞാൽ മതി, കേൾക്കാം. അതുപോലെ ഇപ്രാവശ്യവും ഒരു പ്രത്യേക സംഭവം ഉണ്ട്. അത് ഞാൻ ജയിച്ചാലേ ഓരോ വീടിനും 20 പശുവിനെ വീതം കൊടുക്കും. 20 പശുവിനെ കൊടുക്കുന്നുണ്ട്. പശുവിനെ വേണ്ട. വേണ്ടായോ? അതും കാര്യമായി. പിന്നെ നോക്കാൻ ആളില്ലടാ കൊച്ചെ, അതുകൊണ്ടാ. ആണോ? പിന്നെ ഒരു കാര്യം ചെയ്, ഒരു ആട്ടുകുട്ടി എനിക്ക് തന്നാ മതി. ആടിനെ മതിയോ? പക്ഷെ കൊടക്ക് കുത്തണം. വിറ്റാത്തിക്ക് കുത്തിയാൽ കൊടക്ക് കുത്തണം. എന്റെ ആടിയത്ത് പോത്തല്ലേ കൊടക്ക് കുത്തി? ആടിനെ കൊടക്കിട്ട് കുത്താനല്ല, പിന്നെ ആടിനെ തന്നെങ്കിൽ എനിക്ക് എന്റെ ചിഹ്നം കൊട അതേ കുത്തണം. വോട്ട് അതെ കുത്താം. മനസ്സിലായോ? ഇങ്ങോട്ട് വന്നേ. അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ നീ എന്തിനാ വന്നേന്ന് കാര്യം പറ. ഞാൻ വോട്ടിന് നിൽക്കുന്നു. പ്രാവശ്യം ഇവിടെ ആരാ നിന്നേ? മോളിയാ നിന്നേ. മോളി നിന്നല്ലെന്ന്. ഞാൻ ഈ പ്രാവശ്യം താഴെ നിൽക്കുന്നേ നമ്മുടെ വാർഡിൽ. ഞാൻ ചോദിച്ചു ഇവിടെ ആരാ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ നിന്നത്? നമ്മുടെ ദാവീദിന്റെ മോളിക്കുട്ടിയാണ്. ഞാൻ പറഞ്ഞു തരാം. എനിക്ക് വാ. എനിക്ക് അതിന്റെ ഇടയ്ക്ക് ചായ എടുത്തോണ്ട് വരാൻ നിങ്ങൾ എന്ന് പറഞ്ഞു. ചായ എടുക്കാം. എടുക്കട്ടെ? എടുത്തോ, ചായ എടുക്ക. മോളിക്കുട്ടി കഴിഞ്ഞ തവണ ഇവിടെ വോട്ട് നിന്നു. അപ്പൊ നമ്മുടെ അയൽവക്കത്തുള്ള കൊച്ചല്ലയോ? അതെ. എന്നോട് വന്ന് പറഞ്ഞു അപ്പച്ചാ എനിക്ക് വോട്ട് തരണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ മക്കളെ ഞാൻ തരാം. നമ്മുടെ കൊച്ചല്ലയോ, നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്ന കൊച്ചല്ലയോ, ഞാനൊരു 9 വോട്ടം കൊടുത്തു. അവളും കൊടുത്ത ആവശ്യത്തിന്. ഞാൻ ഒന്നുകൂടെ കൂട്ടി 10 വോട്ടാണ് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഈ വോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന മഷി തരുന്ന ആ സാറിനോട് പറഞ്ഞു കൊച്ചിന് ഞാൻ ആവശ്യത്തിന് വോട്ട് കൊടുത്തിട്ടുണ്ട്, കൊച്ചിനെ ജയിപ്പിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കഴിഞ്ഞിട്ട് കൊച്ചിറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പച്ചന്റെ അമ്മച്ചയുടെ വോട്ട് അസാധ്യമായി പോയെന്ന്. അസാധുവായെന്നാ പറഞ്ഞേ. അസാധുവായി പോയെന്ന്, കൊള്ളത്തില്ലായിരുന്നെന്ന്. അങ്ങനാന്നോ? ചുമ്മാ അല്ല കൊച്ചു പിണങ്ങി നടക്കുന്നത്. അതാ മുഖം വീർപ്പിച്ച് നടക്കുന്നത്. ചായ ഇല്ലയോ? ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞു. നിനക്ക് ചായ വേണോ നീ പറഞ്ഞോ? അപ്പൊ ഈ തവണ വോട്ട് കുത്തണ്ടായോ? കുത്തണം. ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് പറയുന്ന കാര്യമല്ലോ ഈ ആടിനെയും പട്ടിയും വാങ്ങിച്ച കാര്യം. എൻ്റെ ഒരു ആടിനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിട്ട് നിങ്ങൾ അതിനെ എന്തോ ചെയ്തു? തീറ്റാൽ നിങ്ങൾ ആ കാട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് തിരിച്ചു വന്നത് ഇവിടെ ആടിന്റെ കയറ് മാത്രമോ വന്നത്? അവനടിച്ചോണ്ട് പോയി വെട്ടി തിന്നുവന്ന് നിങ്ങൾക്ക് അറിയത്തില്ലയോ? നിങ്ങളൊന്ന് അടങ്ങിയിരിക്കാവോ? എന്തുവായത്? വോട്ടും വേണ്ട, ഒരു കുന്നം വേണ്ട. ഞാനൊക്കെ പോട്ടെ. ഇതുവരെ മനസ്സിലായില്ല മോനെ. കല്യാണോ? ഇവിടെ ഇത് ഞാൻ വല്ലാത്തോടത്താണ് വന്ന് കയറിയത്. അപ്പച്ചാ വോട്ടിക്ക് തന്നെ അത് നിങ്ങൾ അത് ചെവി എടുക്കാതെ ദേ 2 ഞാൻ കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞതേ വോട്ടിന് ഞാൻ കൊണ്ടുപോവാം. ആഹാ, അപ്പൊ ഞങ്ങള് കുമരകത്ത് വന്ന് നിന്നാ മതിയോ? എന്തിനാ? വോട്ടിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞേ. ചാകും ഞാൻ. അതല്ല പറഞ്ഞേ, ഇവൾ ഈ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വാ. എന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞ അവനെ ഇങ്ങോട്ട് പോയി പോയത് ഇങ്ങോട്ട് വാ. പഞ്ചായത്തിൽ നിന്ന് വന്നാന്നോ? അന്നല്ലയോ? കോഴിക്കോട് ഇവിടെ പണിത് വെച്ചിട്ട് കോഴിയുടെ കാര്യം പറഞ്ഞിട്ട് ബ്ലോക്കിൽ നിന്ന് കോഴിയെ തരാമെന്ന് പറഞ്ഞോ? നിങ്ങള് പറഞ്ഞു കൊടുക്കണി. നേരം വെളുത്തപ്പം ബ്ലോക്ക് കോഴിയെ തരാമെന്നല്ലയോ പറഞ്ഞു? അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ നേരം വെളുത്തപ്പം ഈ വയ്യാത്ത ഞാനും കരയാതെ ഞങ്ങൾ 2 കൂടെ ബ്ലോക്കിൽ പോയി നിൽക്കുക. നേരം വെളുത്തപ്പം ബ്ലോക്കിൽ പറയട്ടെ മോനെ, ബ്ലോക്കിൽ ചെന്ന് നിന്നപ്പം പറഞ്ഞത് എന്തോന്ന് പറയാ, പഞ്ചായത്തിൽ നിന്നാ കോഴിയെ കിട്ടുന്നേ. പഞ്ചായത്ത് കോഴിയുണ്ടോ? പഞ്ചായത്ത് കോഴിയല്ല, ബ്ലോക്ക് കോഴി എന്ന് പറഞ്ഞാൽ അതൊരു എണ്ണമാണ്. കിട്ടിയോ? മുട്ടയാണോ? കിട്ടിയോ? കോഴി എവിടെയാണ് മുട്ട ഇടുന്നത്? പൂവൻ കോഴിയോ? എല്ലാത്തിലും വെട്ടി തിന്തി വിള.
വെട്ടി തിന്നോ? പിന്നെ ഞാനല്ല വെട്ടി തിന്നത്. ഞാനാടി വെട്ടുന്നത്. എന്റെ- ഞാനാണോ? അഹങ്കാരം കാണിക്കലാണ്. എന്താ അഹങ്കാരം? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അഹങ്കാരമായി അപ്പച്ചാ, എറിയല്ലേ, എറിയല്ലെന്നാ. എന്തൊരു ഗ്രഹപ്പഴയാണ് ഇത്. ഇങ്ങോട്ട് പറ. ഞാൻ നിൽക്കുന്നില്ല, നിൽക്കുന്നില്ല. അങ്ങോട്ട് വേണ്ട. മോനെ എന്നെ ഞാൻ പിടിച്ച് മാറ്റാം. അമ്മച്ചി വയ്ക്കല്ലേ. ദൈവമേ, നിങ്ങൾ എന്തോ അപ്പച്ചാ ഇത്? എന്തോ ഇടപാടാ ഇത്? എന്റെ മക്കളെ ഞാൻ ഇവിടെ പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കിണറുണ്ടോ? എന്തിനാ ചാടിച്ചാവാനാണോ? അല്ല, രണ്ടിനെ എടുത്ത് ഇടാനാ. മിണ്ടായി. ഞാൻ പറയുന്നേ ആ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവിടെ ഇതെല്ലാം അടിച്ചു പൊട്ടിക്കും. ആഹാ. ഇങ്ങോട്ട് നോക്ക്. ആ. ഇവിടെ ഒരു മനുഷ്യൻ കയറി വന്നാൽ ഇവിടെ ഇരിക്കാൻ ഒരു കസാരയില്ല. ഇല്ല. ആ. കുടിക്കാൻ കൊടുക്കാനും ഒരു പാത്രമില്ല. പാത്രം എന്ത്? പൊട്ടിക്കും. ആര്? ഞാന്. കൊള്ളാം. പിന്നെ അല്ലാതെ അവൾ എന്തേലും എറിഞ്ഞു പൊട്ടിക്കുമ്പോ ഞാനും പൊട്ടിക്കണ്ടായോ? ഞാനില്ലയോടാ ഈ വീട്ടിലെ ഗ്രഹനാഥൻ. കുഴക്കാതെ കടന്ന് കുഴക്കാതെ എന്നെ കൊണ്ടൊന്നും പറയപ്പോ മോനെ ഇങ്ങോട്ട് വന്നേ. മോൻ എന്തിനു വന്നാ പറഞ്ഞത്? ഓ, മമ്മേ, ഞാനിവിടെ അത് കൈ വെച്ചേക്കുവാ. ചെവി വൈ. ആ. ഞാനിവിടെ വോട്ടിൽ നിൽക്കുന്നു. വോട്ടിങ് പറഞ്ഞില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ. ഓ, പഞ്ചായത്തിൽ നിന്നല്ലയോ? ആന്നു. ഞങ്ങൾക്ക് ഇവിടെ കയറി ഇരിക്കാൻ ഒരു പാത്രമില്ല. പാത്രമോ? വെള്ളം കുടിക്കാൻ ഒരു കസേരയില്ല. അതിനെ പൊട്ടിപ്പോയി. അത് നിങ്ങൾ എങ്ങനെ തരും? അതല്ല പഞ്ചായ, രണ്ടും കൂടെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കി മൊത്തം നശിപ്പിച്ചിട്ട് മെമ്പറുടെ നെഞ്ചത്തോട്ട് കയറിയാ മതിയോ? രണ്ടും കൂടെ ഇതൊക്കെ ഞങ്ങൾക്ക് തരണ്ടായോടാ. ആ തരാം. പിന്നെ അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എപ്പോ തരും? ഞാൻ പറയാം, നിങ്ങൾ ആദ്യം ഇത് കൊടയ്ക്ക് കുത്താമോ? കൊടയ്ക്ക് കുത്തണോ? ആ. നിന്നെയോ? മാറില്ല അങ്ങനെ അല്ലെങ്കിൽ പിച്ചാത്തേക്ക് കുത്തം. അതല്ലെന്ന്. കൊട എന്റെ ചിഹ്നവാ. ആ. അതിനകത്ത് കുത്തി എന്നെ ഒന്ന് ജയിപ്പിക്കണം. ജയിപ്പിക്കണം. മനസ്സിലായോ? ആ. ഇതാണ് നമ്മുടെ ചിഹ്നം. അപ്പൊ ഇത് കൊടയാണ്. ഇത് ഇവിടെ ഞാൻ വെക്കാം. അവിടെ വെക്കണ്ട. അവിടെ വെക്കണ്ട. എന്നാ? ഞാർക്ക് കൊട വെക്കുന്നിടത്ത് പടി വെക്കുന്നതല്ല. അല്ലെന്ന്. ഇത് അവിടെ ചിഹ്നവാ അപ്പച്ച. ആ. ഇത് ചിഹ്നവാ. ആ. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇതോടെ വെച്ച് ഇത് നോക്കി വന്ന് അവിടെ കുത്തിയാ മതി. കുത്തിയാ മതി. ആ. ആ. വേറെ കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ഇങ്ങോട്ടൊന്നും സൈഡൊന്നും മാറി തന്നെ മോനെ. ഞാനൊന്ന് കാണട്ടെ. എനിക്ക് ഞങ്ങൾ ചില സമയത്ത് അങ്ങ് കലിച്ച് കയറുവാങ്ങ്. നിങ്ങള് എവിടത്തെ നൂറിനാട് കണ്ട് ഒരു പെങ്കൊച്ചിന്റെ കല്യാണത്തിന് ആ. എന്റെ പെട്ടിക്കകത്ത് പൈസ എടുത്തു കൊടുത്താൽ അല്ല ഞാൻ അന്ന് എടുത്ത് കൊടുത്തേ. പിന്നെ സത്യം പറഞ്ഞോളാം. ഏ? കസേര ഇല്ല ഇനി ഓടിക്കാൻ. കസേര ഇല്ല. അത് എന്റെ വീട്ടുകാർ തന്ന ശ്രീധന എടി ആ ചെറുക്കൻ വന്ന് നിൽക്കുന്നത് എന്തിനാണ്? നൂറിനാട്ട് കയറി പോവാതെ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞാനെന്നങ്ങ് പോവട്ടെ. ഞാനങ്ങ് പൊക്കോട്ടെ. അപ്പൊ നിനക്ക് വോട്ട് വേണ്ടേ? എനിക്ക് വോട്ടും വേണ്ട, ഒന്നും വേണ്ട. ഇത് ശരിയാകത്തില്ല. ഇത് നോമിനേഷനൊക്കെയാ. എന്നതാണ് ഞാൻ നിൽക്കുന്നില്ല. ഇത് ഭേദം വോട്ട്. എന്തിനാ വോട്ട്? ഞാന് ഇനി ഇവിടെ വരത്തില്ല. ആ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരത്തില്ല. പോരെ, ഞാൻ വോട്ടിൽ നിൽക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ വോട്ടോ? ആ, പോട്ടെ. ഗംഭീര സ്കിറ്റ്, ഒരു ഗംഭീര കയ്യടി. വിജിക്കുട്ടണ്ണ, രാജേഷേ, ഹരി, അഭിലാഷേ, ഞെട്ടിച്ചു കളഞ്ഞോ. ബൂക്കരനായിരുന്നു. ഭയങ്കര തമാശയായിരുന്നു. കാരണം നിങ്ങളവിടെ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരുടെ ഇരുത്തും ചായ കുടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തുടങ്ങിയുള്ള ചിരിയാണ്. നിങ്ങൾ വെറുതെ ഡയലോഗ് തുടങ്ങണേക്കുമ്പോൾ നമുക്കറിയാം ഈ സാധനം 100 അത് നിങ്ങൾ വാ തുറന്ന് ആദ്യത്തെ കൗണ്ടർ ടോർച്ചടിച്ച് നോക്കണത് അതൊരു ബ്രില്യൻ്റ് കൗണ്ടറായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരോടും പറയും അതൊന്ന് ടോർച്ചടിച്ച് നോക്ക്. പക്ഷെ ഈ ഇങ്ങനെ അടിക്കണമെന്നുള്ളത് കാരണം ഇവർ രണ്ടുപേരും ജീവിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തല്ലുപിടുത്തവും കാര്യങ്ങളൊക്കെ. ചെറിയ തല്ലുപിടുത്തല്ല, വൈഫ് കസേരയൊക്കെ എടുത്ത് വലിച്ചെറിയാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷെ കൂടുമ്പോൾ കൂടുവര് ഭയങ്കര. രണ്ടുപേരും ആദ്യം പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ക്യാരക്ടർ രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്തത് ഗംഭീരമായിരുന്നിട്ട് രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചം വരുന്നത്. അതുപോലെ ഹരി വന്നിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് ക്യാരക്ടർ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോദ്യം ഉത്തരങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഹരി നല്ല ഉഗ്രനായിരുന്നത്. ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണത്. കാരണം വോട്ട് ചോദിക്കാൻ വരുന്നതും കാര്യങ്ങളും. അപ്പം നമ്മളേക്ക് വീട്ടിൽ വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ചിലർ തുറന്ന കാര്യങ്ങൾ പറയും, വേണമെന്ന് ചിലർ ചിരിച്ച് മാത്രം കൈകാര്യം ചെയ്ത് വിടും. പക്ഷേ ചില ആളുകൾ ചില കുടുംബത്തിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ, കാരണം ഇയാൾ ക്ലൈമാക്സിൽ ഇത് ഉപേക്ഷിച്ച് വേറെ ഓപ്ഷനില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് മോനും ഇങ്ങോട്ട് വാ, എന്തിനാ വന്നേ, ആദ്യം തുടങ്ങണം. അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് ഭയങ്കര 3 പേരും തകർത്താടിയട്ടാ. കാരണം ചെവി കേൾക്കാത്തവരുടെ ആയിട്ട് നമ്മൾ 3 പേര് തന്നെ ഒരുപാട് സ്കിറ്റുകൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണാത്തതും പറയാത്തതുമായ കൗണ്ടറുകൾ ആയിരുന്നു നിങ്ങൾ മൊത്തം അടിച്ചത്. കാരണം ചെവി കേൾക്കാൻ പാടില്ലാത്ത കുറേ തമാശകൾ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എല്ലാം ഈ ഫ്ലോറിൽ ഈ ഒരു സ്കിറ്റിന് മാത്രം ഉണ്ടാക്കിയെടുത്ത തമാശകളാണത്. നല്ല റിഹേഴ്സൽ ഉണ്ടായിരുന്നല്ലേ? എനിക്ക് തോന്നുന്നത് 3 പേർക്കും ക്യാരക്ടർ അങ്ങോട്ട് ആവാഹിച്ച പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. കാരണം അത് നമുക്കൊരു ഇതൊക്കെ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന കാര്യങ്ങളും ചേഷ്ടകളും നമ്മളത് കഴിയുന്നവരെ പോകാറില്ല ചില സാധനങ്ങളിൽ. ഇത് 3 പേരും ഈ സ്കിറ്റിൽ അത് അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ.
ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് എടുത്തു പറയേണ്ട കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ഇങ്ങനെ പറയുന്നില്ല, രണ്ടുപേരും സംസാരിക്കാണ്ട് ക്ലൈമാക്സ് വരെയും കിടുക്കനാണ്. കുറേ നാളായി നിങ്ങളിങ്ങനെ തനി നാടൻ സ്വരൂപത്തിൽ കണ്ടിട്ടും തനി നാടൻ ക്യാരക്ടേഴ്സ് കണ്ടിട്ടും ഉഗ്രരായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക? അടിപൊളി, ഗംഭീരമായിരുന്നു. മെമ്പർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി കേട്ടോ. കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആൾക്കാരുള്ള വീട്ടിൽ പോയി എങ്ങനെ ഒരു വോട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുക, ആ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കണം. നല്ല ഒരു സ്ക്രിപ്റ്റായിരുന്നു. നിങ്ങൾ 3 പേരും അത് അഴിഞ്ഞാടിയെന്ന് വേണം പറയാൻ. അതിൽ പ്രത്യേകിച്ച് സുജിത്തിൻ്റെ ആ മാനറിസം തുടക്കം മുതൽ അവസാനം വരെ ആ കുനിഞ്ഞുള്ള ആ നടപ്പും. സുജിത്ത് അമ്മച്ചി ആയപ്പോഴേ ഞങ്ങൾ കരുതി ഇത് വേറെ ലെവലിൽ പോകുന്ന സാധനമാണെന്ന്. കാരണം സുജിത്തിൻ്റെ അമ്മച്ചി ഭയങ്കര രസമാണ്. അത് ഒരു സ്ഥലങ്ങളിൽ പോലും അതിൽ നിന്ന് വിട്ട് മാറി നിൽക്കുകയല്ല സുജിത്ത്. അഭിലാഷ് പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യം ചെയ്യാണ്, പക്ഷെ ഗംഭീരമായിരുന്നു. അഭിലാഷിന് ഇനി ഒരുപാട് ക്യാരക്ടർ ഈ വേദിയിൽ ചെയ്യാൻ പറ്റും. കാര്യം എല്ലാം അഭിലാഷിന് ചേരുന്നുണ്ടെന്നുള്ളതാണ്. ഏത് ക്യാരക്ടർ തിരഞ്ഞെടുത്താലും അഭിലാഷിന്റെ മുഖത്തും അത് വരുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിന്റെ ശൈലിയിൽ അത് വരുന്നുണ്ട്, ബോഡി ലാംഗ്വേജ്, മൊത്തത്തിൽ ബോഡി ലാംഗ്വേജ് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും അഭിലാഷ് കൂവി തെളിയുകയാണ്. തെളിഞ്ഞ് ഇനിയും വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാര്യം നമ്മുടെ ഫ്ലോറിൽ നിന്ന് അങ്ങനെ ഒരു കലാകാരൻ വളർന്നു വരുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇവർ ഓൾറെഡി വളർന്ന് നിൽക്കുന്നവരാ. ഇപ്പൊ അഭിലാഷിനെയും നമ്മുടെ ഇവിടുത്തെ ഏത് ടീമിന്റെ കൂടെ ഇട്ടാലും അവിടെ മിന്നി തിളങ്ങുന്നുള്ള കാര്യം 100% ഉറപ്പായി. ആ ഒരു ലെവലിലേക്ക് എത്തി. എന്തായാലും ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സാധനം എടുത്ത് സാധാരണ വോട്ട് ചോദിക്കാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായൊരു സംഭവമായിരുന്നു. എന്തായാലും ഗംഭീരമായിരുന്നു. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. എനിക്ക് സംശയം അഭിലാഷ് തന്നെയാണോ ഇത് വേറെ ടോട്ടലി ചേഞ്ച് ആയിട്ടാണ് അഭിലാഷ് ടോണൊക്കെ മാറ്റിയാണ് ചെയ്തത്. ഒന്ന് സ്റ്റാഴ്സൊക്കെ ചെയ്യണോണ്ട് വേറെ ശബ്ദവും മാറ്റവും രൂപവും കൂടി മാറിയപ്പോൾ ആളെ കുറച്ചു നേരം ഞാനിങ്ങനെ നോക്കേണ്ടി വന്നു. പിന്നെ ഇത് ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു ബിൽഡിങ്ങിന് നമ്മളെ ഏൽപ്പിച്ചു. അവിടുത്തെ വാച്ച്മാൻ ഒരു ടോയ്ലറ്റ് ഒരു വീടിന് അഭിമുഖമായിട്ട് അതിൻ്റെ ഫ്രണ്ട് ഉമ്മറം വെച്ചിരിക്കുന്നത് കക്കൂസ. അയ്യോ, അങ്ങോട്ട് തുറന്നു. ഈ പുള്ളി ഉപദ്രവിക്കുകയാണ് ഇവരെ. അതിൽ ഒന്നുമല്ല, കരോക്കയുടെ പാട്ടും വെച്ചിട്ട് പാട്ടും പാടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതേ അവസ്ഥ. ഇതുപോലെ അവരപ്പച്ചനും ഇപ്പം ഇത് വലിച്ചു നീട്ടി അവരറിയും. അതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ട് ഇതാണ് അവസ്ഥ. ഞാൻ പറയണത് കക്കൂത്താനം മറ്റേ പാട്ട്. അപ്പം ഞാൻ ഒരു പാട്ടാക്കാം എന്തൊക്കെയോ പറയുന്നു, ഞാനൊരെണ്ണം പറയുന്നു, പുള്ളിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്നുള്ള ഈ ഹരിയുടെ അനുഭവമില്ല, അത് സെയിം ഞാനിപ്പോൾ അനുഭവിച്ചതാണ്. അത് നിങ്ങളുടെ പെർഫോമൻസിലാണ് അതിൽ കോമഡി വരുന്നത്. ഇവർ പറയുന്നതല്ല, ഹരിയുടെ ഒരു പഞ്ചായത്ത് മൊത്തം നിങ്ങളിവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടെ ഇലക്ഷന് നിൽക്കാൻ പറ്റുന്നത്, വേറെ ആൾക്കാരെ കാണേണ്ടി വന്നില്ല. അതുപോലെ തന്നെ എത്ര നീട്ടി ഇത് പോയാലും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് മതിയായില്ല ഈ അപ്പച്ചനെ അമ്മച്ചിനെ കണ്ടിട്ട്. കാരണം ഇത് തുടരുക എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം സെയിം ക്യാരക്ടേഴ്സ് പിടിച്ചു. പക്ഷെ ഇത് കേട്ട് നമ്മൾ ചിരി കൂടിയാ വന്നത്. ഇവരെന്താണ് പറയുന്നത്, വീണ്ടും നീ എന്തിനാ വന്നതെന്ന് ഇത്രയും നേരം പറഞ്ഞു ഒപ്പിച്ചിട്ട് ആ കസേര അടിച്ചോടിക്കുന്നതും ഗംഭീരണ്ട. കാരണം ഇത് സ്ക്രിപ്റ്റ് അല്ല, പെർഫോമിങ് ഇല്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത ആർട്ടിസ്റ്റിന് ഇത് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ എഴുതി വെച്ചാലും നിങ്ങൾ 3 പെർഫോമേഴ്സാണ് ഇത് വേറെ ലെവലിൽ എത്തിച്ചത്. വെറുതെ വെള്ളത്തിൽ വരയിട്ടാലും നിങ്ങൾക്ക് അത് കണ്ടിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തെളിയിച്ചത്. ഓൾ ദി ബെസ്റ്റ്. അതെ, ഇത് ജനങ്ങള് ഇവരിൽ നിന്നും ആഗ്രഹിച്ച ഒരു സ്കിറ്റാണത്. വെറൈറ്റി ആയിരുന്നിട്ട് എനിക്ക് തോന്നണത് രാജേഷ്, അഭിലാഷ്, സുജിത്തെ, നിങ്ങള് ഹരി, സുജിത്ത്, അഭിലാഷ്. ഹരി രാജേഷില്ലല്ലോ. ഓ, രാജേഷ് വന്നിട്ടില്ല. ഇവരുടെ കോമ്പിനേഷൻ രാജേഷ് അല്ലേ, അതുകൊണ്ട് പറഞ്ഞാണ്. സോറി ഹരി, രാജേഷ്, അഭിലാഷേ, എനിക്ക് തോന്നണേ രാജേഷ് പറഞ്ഞില്ല. രാജേഷ് കുഴപ്പമില്ല. പ്രചോദേട്ടാ, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറ. ഹരി, അഭിലാഷ്, സുജിത്ത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടാമത് വരാൻ വേണ്ടിയാ. ഇതിനൊരു കഥാപാത്രത്തിന് 2 പേരുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഇല്ലല്ല. അമ്മച്ചിക്ക് ഒരു പേരിടണം, അപ്പച്ചനൊരു പേരിടണം. ഇത് ഹിറ്റാണ്, ഉറപ്പാണ്. കാര്യം ഇത് എന്തായാലും തിരിച്ചു വരണം. കാരണം ഇത് ഞങ്ങൾ നേരത്തെ ടീം പറഞ്ഞിട്ട് കണ്ട് മടുത്തിട്ടില്ല. ഇനി ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വരാനുള്ള സാധ്യതകളുണ്ട്. ഈ വീട്ടിലോട്ട് ഇനി ആർക്കൊക്കെ വെള്ളം വരാലോ. അതെ, ആർക്കൊക്കെ വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. പെട്ടെന്ന് ചെന്നാ കസേര ഉണ്ടാവും. ഇനി ഒരാഴ്ച വൈകിട്ട് അവിടെ ഒന്നും എല്ലാം തല്ലി പൊളിച്ചളയത്തള്ള. അതെ, പേരിലൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇവിടെ ക്യാരക്ടറാണ് കാര്യം. അല്ലേ? ഓക്കെ, അപ്പോ ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? ഞാനൊരു 15,000 രൂപ കൊടുക്കുക. 15,000 രൂപ. ചേട്ടാ, ഞാനൊരു 13,000 രൂപ. 15, 10, 25, 28,000 രൂപ. ബാക്കി കൊടുക്കാം. ബ്ലോക്കിൽ നിന്ന് കോയിന് വാങ്ങിച്ചോ. ടോട്ടൽ
കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞങ്ങളെ ഇവിടെ കുറച്ചു കൊടുത്തപ്പോ ഇവര് വിചാരിച്ചു ഏറ്റില്ല. ഗോൾഡൻ പഞ്ച് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. പത്തനംതിട്ട ടീമിന്റെ തിരിച്ചുവരവ് ആൾക്കാർ ആഗ്രഹിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഹരിച്ചേട്ടാ, ഞങ്ങൾ കുറേ ദിവസം നമ്മൾ ഇവിടെ വന്നില്ല, കാരണം പ്രോഗ്രാം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി ആ പ്രോഗ്രാം അവിടെ ഇവിടെ എല്ലാം കിട്ടിയത് ഇവിടുത്തെ ഒരു ഫ്ലോർ കൊണ്ടാണ്. എല്ലാം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ ഗോൾഡൻ പഞ്ച് ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല ഈ ഒരു സ്കിറ്റിൽ. അപ്പോൾ കളിച്ച് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്താണ്. ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു. അല്ല ഹരി, അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു സിനിമയിൽ ഇന്ന താരങ്ങളെ വിളിക്കുന്നതിന് ഓരോ കാരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനെ വിളിക്കുന്നതിന്, ജഗതി ചേട്ടനെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബിജുക്കുട്ടനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാരണങ്ങളുണ്ടാവും. കാരണം എന്തെങ്കിലും എഴുതി കൊടുത്താൽ അത് പെർഫോം ചെയ്ത് കയറ്റും എന്നുള്ളത്. അതാണ് നിങ്ങളോട് ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന് വേണ്ട ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്. അതിലാണ് ഈ ഗോൾഡൻ പഞ്ച് അടിക്കുക. കാരണം മനസ്സിലായില്ലേ, നിങ്ങളിലുള്ള ഒരു സാധനം അൾട്ടിമേറ്റ് ആണ്. അത് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ നിങ്ങൾ അവിടെ നിന്ന് വളർത്തി വലുതാക്കും എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ആർട്ടിസ്റ്റുകൾക്കേ പറ്റുള്ളൂ. അപ്പൊ പരിപൂർണമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളായതുകൊണ്ടാണ്. അല്ല, ലൈഫുള്ള സാധനങ്ങൾ ഇവർ കളിച്ചു കഴിഞ്ഞാൽ അതിൽ മുകളിലേക്ക് കയറാനേ പറ്റില്ല. പിന്നെ ഇതുപോലുള്ള ലൈഫുള്ള കഥാപാത്രങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ആ 1 ലക്ഷം കിടക്കണം അവിടെ ബാക്കിൽ. സോറി രാജേഷ്. രാജേഷല്ല, പറഞ്ഞോ. ഒരുപാട് സന്തോഷമുണ്ട്. കണ്ണൊക്കെ പറഞ്ഞല്ലോ സുഹൃത്തെ. കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. പേര് മാറ്റി പറഞ്ഞതിന്റെ പേരിലാണോ? രാജേഷിന് സുഖമില്ലായ്മ ആയതുകൊണ്ട് അതിന്റെ ഒരു കുറവ് ഇവിടെ കാണിച്ചിട്ടില്ല. അഭിലാഷന് ഉണ്ടായതുകൊണ്ട് നല്ലതായിട്ട് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കൂടുതലൊന്നും പറയുന്നില്ല. നീ ഒരുപാട് ഗ്യാപ്പ് ഇടാതെ, ഒരുപാട് അങ്ങനെ ഗ്യാപ്പ് ഇട്ട് പോകണ്ട. ഓക്കെ കേട്ടോ അപ്പച്ചാ? കലക്കിയ അപ്പച്ചാ. അല്ല, ഈ പറഞ്ഞ പോലെ എപ്പോഴും സന്തോഷം എന്ന് പറയുന്നതിനപ്പുറത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ തിരിച്ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാർട്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. ഈ പറയുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് ഐറ്റം വേറയിൽ ഒരു സ്കിറ്റ് കളിക്കാൻ വരുന്നത് പത്തനംതിട്ട ഇവരുടെ കൂടാണ്. ഒരു കുറ്റിയടി. അതിന് അന്ന് ഈ പറഞ്ഞ പോലെ സുജിത്തിൻ്റെ അച്ഛൻ മരിച്ച സമയത്താണ് അർജുൻ സാർ എന്നെ വിളിച്ചിട്ട് വരാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം ഗോൾഡ് അടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞ അർജുൻ സാറിനാണ്. വലിയ സന്തോഷം. ഈ പറഞ്ഞ പോലെ നമ്മളതിനകത്തിൽ ഉൾപ്പെടുത്തിയതും പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ പുറകെ നിൽക്കരുത്, നിങ്ങൾ പെർഫോം ചെയ്യണം എന്നൊക്കെ ഒരുപാട് തവണ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞ് ചീത്ത വരെ വിളിച്ചിട്ടുണ്ട്. അല്ല, മല്ലശ്ശേരിക്ക് എന്നാ പറയട്ടെ, ഈ വേഷപ്പകർച്ച കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഈ സ്റ്റാർസിനെ അനുകരിച്ചുകൊണ്ട് ശബ്ദം മാറ്റാനും പറ്റും. ഇന്ന് ടോട്ടലി ഡിഫറെന്റ് ശബ്ദം എടുത്ത് ആ വലിയ സൗണ്ട് എടുത്തേ ഒരു വൃത്തികെട്ട തന്തയുടെ എടുത്ത് ഒരു സമാധാനമായിട്ട് ഈ മനുഷ്യൻ പറയൂല, എന്നും ചീത്ത പറയുള്ളൂ. വായിട്ടനക്കാതെ പറയാൻ എന്തെങ്കിലും. സ്റ്റാർ മാത്രം ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത്ര ഹൈപ്പിലോട്ട് എത്താൻ പറ്റില്ല. 1, 2, 3 പതുക്കെ കയറാനേ പറ്റുള്ളൂ. പക്ഷേ അഭിലാഷിൻ്റെ ഒരു കഴിവും കൂടിയാണത്. കാരണം മറ്റതൊന്ന് പതിയെ നിൽക്കുമ്പോൾ, കാരണം സ്റ്റാറൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ അപ്ഡേഷനാണ് അഭിലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചേട്ടാ, ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഞാനിവിടെ വന്ന് ഇവരുടെ കൂടെ ഒരു സ്കിറ്റ് ചെയ്തു പോയി, പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും ഇവിടെ ടീമിലൊക്കെ ഇട്ടിങ്ങനെ ചെയ്തു. അതിനുശേഷമാണ് അർജുൻ സാറ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാറാണ് ഞങ്ങൾക്ക് ഒരു ടീം ഉണ്ടാക്കി തന്നത്. പെണ്ണുക്കഥയും ഈ രാജിമോനും എന്നെയുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് വലിയൊരു അഭിമാനമായി. കാരണം ഈ സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജ്മോഹനായാലും കുറേ കാര്യങ്ങൾ കാണിച്ചു തരുകയും പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ അല്ല, അഭിലാഷ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമല്ല, നല്ല ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി ഇവിടെ വന്നതിന് ശേഷം. സത്യമാണ് സാറേ, ഒരുപാട് മാറി. കാര്യം ഞങ്ങളെന്നല്ല, ഡയറക്ടറാണെങ്കിലും ആര് പറഞ്ഞു തരുന്നതും അതനുസരിക്കാനും ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സുണ്ടെങ്കിൽ നമുക്ക് നല്ല ലെവലിൽ ചെന്ന് എത്താൻ പറ്റും. ഇവിടെ ഡയറക്ടർ പറയുന്നതും നമ്മൾ പറയുന്നതും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടല്ല. തെറ്റായിട്ടും നല്ലതായിട്ടും അംഗീകരിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അത് നിങ്ങൾ ഇവിടെ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും അത് അംഗീകരിക്കുന്നുണ്ട്, അതിൻ്റെ വളർച്ച അവർക്കുണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ 3 പേരെ പോലെ ഇനിയും ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് വളർന്നു വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും വരാനും ഉണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതെ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനി ചെയ്ത് ഉഷാറായി ഇതിലും മേൽ കയറി വാ. ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നു, പ്ലീസ്, അപ്പച്ചനും അമ്മച്ചിയും ഇനിയും തിരിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വരും. ഓക്കെ, അപ്പം ശരി രാജ് കൊട്ടാരത്തിൽ. ശരി ബിജുക്കുട്ടൻ ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഒരു പുതിയ കോമ്പിനേഷൻ.
ഒരു പുതിയ ടീം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മള് ഇത് ഐറ്റം വരെ തുടങ്ങിയ സമയത്ത് കണ്ട 3 മുഖങ്ങളാണ്. അവര് ഒരു സൈക്കിൾ കറങ്ങി തിരിച്ച് പിന്നെ നമ്മുടെ കുടുംബത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്ത് അവരെ സ്വാഗതം ചെയ്യാം. മിലേഷ് ഉണ്ട്, ഷാൻ ഉണ്ട്, ഐശ്വര്യ ഉണ്ട്. ഒരു നല്ല കൈയടി ആവാം. ഓഡീഷൻ 35-ാം ദിവസം നിങ്ങൾ ഈ ബോർഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏതെങ്കിലും സിനിമയുടെ ഓഡീഷൻ ആയിരിക്കുന്നത്. അതൊന്നും അല്ല. ഇവിടെ ഒരു ഡോക്ടറുണ്ട്, മാർക്കോസ് വെയിൻ. അയാളുടെ വീട്ടിലൊരു വേലക്കാരി വേണം. അതിനുള്ള ഓഡീഷനാണ് ഈ നടക്കുന്നത്. ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കിടന്ന് പണിയെടുത്തെ നട്ടലോടിയും. ആ, അവള് വന്നെന്ന് തോന്നുന്നു. അണ്ണൻ എന്തെങ്കിലും ഞാൻ വെച്ച് കരുതി തരും. എടി നിനക്ക് എത്ര മണിക്കടി വരാന്ന് പറഞ്ഞത്? ഇപ്പൊ സമയം എത്രയായി? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്? അത് വേറൊന്നും അല്ല, നല്ലൊരു വഴിക്ക് വരുമല്ലേ. അപ്പൊ വരുന്ന വഴിക്ക് ഞാൻ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് തിരിച്ചിറങ്ങിയപ്പോ ചെരുപ്പ് കാണുന്നില്ല. അയ്യോ, എന്നിട്ട് എന്തോ ഇത്? എന്തോ ചെയ്യാൻ, അവസാനം ഞാൻ എന്റെ ചെരുപ്പ് എന്നെ ഇട്ടോണ്ടെങ്കിൽ വന്ന്. ചെരുപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട്? വേറെ നല്ല ചെരുപ്പൊന്നും കണ്ടില്ല. ചുമ്മാ അവളെ തിരക്കി ഇത്ര സമയം പോയെന്ന് അറിയാമോ? അയ്യോ, ഓഡീഷനാ. അപ്പൊ അണ്ണൻ എന്നെ സിനിമാ നടിയാക്കാൻ വിളിച്ചതാണല്ലേ. ഇവിടെ ഒരു ഡോക്ടറുണ്ട്, മാർക്കോസ് വൈൻ. അത് കാലിൽ വരുന്നൊരു അസുഖമല്ലേ? അത് വെരിക്കോസ് വൈൻ. ഇത് മാർക്കോസ് വൈൻ. അയാളുടെ വീട്ടില് ഒരു വേലക്കാരി വേണം. അതിനുള്ള ഓഡീഷനാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ ജോലിക്ക് കയറിയല്ലേ. എന്നും കഞ്ഞി കുടിച്ച് കിടക്കുന്ന നിനക്ക് നാളെ മുതൽ മന്തി കഴിക്കാം. എന്നെ അങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെ വീട്ടിലും ഡെയിലി മന്തിയൊക്കെ തന്നെയാ. പിന്നെ ഒരു ചാ കൂടുതലുണ്ടെന്ന് മാത്രം. അതേത് മന്തി? ചമ്മന്തി. ആ മന്തിയിൽ നിന്നും കുഴിമന്തിയിലേക്ക് അധിക ദൂരമില്ല. പക്ഷെ നീ ഇവിടുത്തെ ഓഡിഷൻ പാസ്സാവണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഓഡിഷൻ എന്നൊക്കെ പറയുമ്പോ പാട്ടും ഡാൻസും ഒക്കെ കാണുവണ്ണാ? ഇന്ന് ഏതാ ദിവസം? ഇന്ന് വെള്ളി. അപ്പൊ ഇന്നുണ്ടാവും. കാര്യം ഇന്ന് ഡോക്ടർക്ക് ഇളവണ ദിവസമാണ്. അതെ, എടീ സാർ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നീ തിരിച്ചു മറിച്ച് ഉത്തരം പറയണം. അപ്പൊ എനിക്ക് ജോലി കിട്ടുമായിരിക്കും അല്ലയോ? കിട്ടും, കിട്ടിക്കും. എടീ, ഇത് നിന്റെ എന്റെ മാത്രം ആവശ്യമല്ല, എന്റെ നടുവിന്റെ കൂടി ആവശ്യമാണ്. അതും തന്നിട്ടും ശരിയായില്ലെങ്കിൽ അവസാനം നീ അയാളുടെ വീക്ക്നെസ് കയറി പിടിക്കണം. കാര്യം വീട്ടിലിത്തെ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ആവണമായിരുന്നെങ്കിൽ എവിടെ പറഞ്ഞു കയറി പോണത്? നിങ്ങളല്ലേ പറഞ്ഞ അങ്ങനെ വീക്ക്നെസ് കയറി പിടിക്കണമെന്ന്. അങ്ങനെ ബലഹീനതയിൽ പിടിച്ചിട്ടുള്ള ജോലിയൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയൊന്നുമല്ല ഞാൻ പഠിച്ചത്. എടി, അയാളുടെ വീക്ക്നെസ് എന്ന് പറയുന്നതേ, അയാൾ ഒരു കൃഷ്ണഭക്തനാണ്. നിന്റെ അടുത്ത് വീട് എവിടെയെന്ന് ചോദിച്ചാൽ നീ അങ്ങ് ഗുരുവായൂരെന്ന് പറയണം. നീ ഒരു കൃഷ്ണന്റെ ഭയങ്കര ആരാധികയാണെന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് ഇവിടെ ജോലി എളുപ്പമാണ്. അയാൾ വരുന്നുണ്ട്, ആവശ്യമില്ലാതെ കയറി സംസാരിക്കല്ലേ. അയാളെ മൂഡ് നോക്കി വേണം സംസാരിക്കാൻ. പെട്ടെന്ന് ഇരുന്നാ ഞാൻ എന്തോ ചെയ്യും. സാറേ, ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. ജോലിക്ക് വന്നതാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. ഒരു നിവൃത്തിയില്ല, പക്ഷെ എല്ലാം ഉണ്ടാക്കാൻ അറിയാം. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി എന്തോ ഉണ്ടാക്കാനാടാ? ഇങ്ങോട്ട് മാറ്. എന്താ പേര്? താഴത്ത് വീട്ടിൽ പൊടിച്ചി. നീ താഴത്തിട്ട് പൊടിക്കോ മുകളിലിട്ട് ആട്ടോ ചെയ്യ്, അതെന്റെ പ്രശ്നമല്ല. ഇവിടെ നിൽക്കുമ്പോ മര്യാദക്ക് നിൽക്കണം, മനസ്സിലായോ? കല്യാണം കഴിഞ്ഞതാണോ? അല്ല. അപ്പൊ ജോലിക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, വൃത്തിയും വീറൊക്കെ ഉള്ള കുടുംബത്തിലാണോ? കൈയൊന്ന് കാണിച്ചേ. ആദ്യം ഈ നഖം വെട്ടണം. വൃത്തി എന്നുള്ളത് എന്റെ കൂടപ്പുറപ്പാട്. ഒരു മനുഷ്യൻ ആദ്യം പെടുന്നത് വൃത്തിയാണ്, മനസ്സിലായോ? വൃത്തി എനിക്ക് നിർബന്ധമാണ്. പട്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? അതിന് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ സംസാരിക്കുന്നതോ? അല്ല, അവന്റെ പ്ലേറ്റിൽ ഞാൻ മിച്ചെടുത്തത് അവന് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ പ്ലേറ്റ് നീ കൊണ്ട് തിന്ന്. വൃത്തി വേണം. അടുക്കള നിൽക്കുമ്പോ ബ്ലൗസ് മസ്റ്റാ. ബ്ലൗസ് മസ്റ്റാ, മനസ്സിലായോ? ഇതിനു മുമ്പ് എവിടാ ജോലി ചെയ്തിട്ടുള്ള? തൃശ്ശൂർ ഒരു വക്കീലിന്റെ വീട്ടിലാന്നേ. ഇതെന്താ പോയിരുന്ന? അങ്ങേർക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം ഒന്നും ഇറങ്ങത്തില്ല, ഞാൻ തന്നെ വെച്ചു കൊടുക്കണമെന്ന്. അല്ല,
അങ്ങേർക്കേ പുറത്തുനിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, ഞാൻ വെച്ചു കൊടുക്കുന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനെയാ അപ്പൊ ഞാനിങ്ങ് പോന്നു സാറേ. ചില വൃത്തിയോട്ട മനുഷ്യന്മാർ അങ്ങനെയാ, ആ. ഒരു വൃത്തി ഉണ്ടാവില്ല. അതെ, അതെ. മനസ്സിലായല്ലേ? പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ നിർബന്ധം ഉണ്ടായേ. ഈ ഭക്ഷണക്രമങ്ങളൊക്കെ എനിക്ക് വലിയ നിർബന്ധം ഒരാളാണ്. ആ. ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ഉണ്ടാക്കാൻ അറിയാം, നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാം. ഞാനല്ലേ ചോദിക്കേണ്ടത്? എനിക്കറിയാം ചോദിക്കാൻ. ചോദിക്ക്. ഈ കോഴിക്കോട് ഹലുവ ഉണ്ടാക്കുവോ? പിന്നെ ആ. എന്റെ അമ്മ വീട് കോഴിക്കോടല്ലേ. അതെ. ഞാനാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം കോഴിക്കോടിന് പോകുന്ന, തിരിച്ചു വരുമ്പോ ഹൽവ മേടിച്ചോണ്ട് വരാം. അതാവുമ്പോ നമ്മൾ ഉണ്ടാക്കി സമയം മെനക്കെടുത്തണ്ടല്ലോ. പക്ഷെ ഈ തൃശ്ശൂർ ഹൽവ, എറണാകുളം ഹൽവ, കോട്ടയം ഹൽവ ഇത് നമ്മൾ ഉണ്ടാക്കി എടുക്കണം. അത് വലിയ മെനക്കേടാ. അത് ഉണ്ടാക്കി വെച്ച എടുത്ത് തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ. ഏത് ഞാനൊരു കഷ്ട അലുവയുടെ കാര്യം പറഞ്ഞപ്പോ നീ ഇത് എത്ര ജില്ലയിൽ പോയടിയത്? പക്ഷെ നിന്റെ പോലല്ല, കാര്യഗൗരവമുള്ള കൊച്ച, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായല്ലേ സാറേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറ് വെജ് ആണോ നോൺ വെജ് ആണോ? അങ്ങനെയൊന്നുമില്ല, ആര് വെച്ചാലും സാറ് വിഷം തരുന്ന വാരി കോരി കഴിച്ചോളൂ. കൊച്ചെ, ഞാൻ ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ഒരാളാണ്. ഫിഷ് മോളി വെക്കാൻ അറിയാമോ? പിന്നെ ഫിഷ് മോളിലും വെക്കാൻ അറിയാ, താഴത്തും വെക്കാൻ അറിയാ, ഇനി വേണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനും അറിയാ. കൊച്ചേ, വെറൈറ്റി ആയിട്ട് മീൻകറി വെക്കാൻ അറിയാമെന്നാണ് ചോദിച്ചത്. അയ്യോ, അങ്ങനെ ആയിരുന്നോ പറഞ്ഞേ? പിന്നെ എനിക്ക് മീൻകറി വെക്കാൻ അറിയാം, ഞാൻ സ്പെഷ്യലിസ്റ്റാ. ഈ നത്തോലി പറ്റിക്കാൻ അറിയാമോ? പൊന്നു സാറേ, എനിക്ക് പറ്റിക്കാനൊന്നും അറിഞ്ഞൂടാ. ജീവിക്കാൻ ഒരു വകയില്ലായിട്ട് വന്നതാ. പറ്റുന്നെ പറഞ്ഞു വിട്ടാ ഞാൻ പൊക്കോളാം. നത്തോലി പീര പറ്റിക്കാൻ അറിയാമോ? മീൻ പീര പറ്റിക്കാൻ അറിയാമോ? പിന്നെ എന്റെ മാസ്റ്റർ പീസ് ഡിഷ് അല്ലേ. പിന്നെ എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. രാവിലെ 5 മണിയാകുമ്പോ ചായ കുടിക്കണം. നീയല്ല, സാറിന് ചായ കൊണ്ട കൊടുക്കണം, മുറ്റമടിക്കണം. ഇതൊന്നും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ സാർ നിന്നെ അപ്പോഴേ പറഞ്ഞു വിടും. ഇതെന്റെ നാക്കാണ്, അല്ലാതെ മത്സ്യകന്യകയല്ല വായിക്കത്ത് കിടന്നോടുന്നത്. എനിക്കറിയാം അങ്ങോട്ട് പറയാനായിട്ട്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ എണീക്കണം. 5 മണിയാകുമ്പോ എണീറ്റ് കുളിച്ച് ഇറനോടെ വന്ന് വീടിന്റെ മുറ്റത്ത് നമ്മൾ എന്തിടണം? കോലം വരയ്ക്കണം. കോലം വരയ്ക്കണം. അയ്യോ, വരയ്ക്കാൻ അറിയാം, പക്ഷെ കോലം വരയ്ക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. സാറിന്റെ പടം അങ്ങ് വരച്ചു വെച്ചാൽ മതി. മതി, അത് മതി. അതപ്പോ ഒരു ഐശ്വര്യമായിരിക്കും സാറേ. അപ്പൊ ഞാൻ കോലമല്ല, സാറിന്റെ പടം വരച്ചു വെച്ചാലേ കാണുന്നവർക്കൊക്കെ ഒരു ഐശ്വര്യമായിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് പറയണം, വ്യക്തമായിട്ട് പറയണം, അല്ലെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാവത്തില്ലേ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒരു ഗായക പ്രേമികളാണ്. പാട്ട് പാടാൻ അറിയാമോ? പാട്ട് പാടാൻ അറിയാം. എന്നാ 2 വരി പാട്. കേക്കട്ടെ. പാടിക്കോട്ടെ സാർ. പാട്. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂട കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു രാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. നല്ല പാട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പൊ എനിക്ക് ഈ ഉറങ്ങുമ്പോ പാട്ട് വലിയ നിർബന്ധമാണ്. അപ്പൊ പാട്ട് പാടിത്തരണം. അല്ലേ, ഈ ജോലിക്കാരിയൊക്കെ പാട്ട് പാടണം നിർബന്ധമുണ്ടോ? പിന്നെ ശമ്പളം എണ്ണി അങ്ങോട്ട് തരുന്നതല്ലേ. പിന്നെ പറ്റും, പാട്ടേ ഞാൻ പാടുള്ളൂ. അങ്ങനെ പറയണം. പിന്നെ ഇവിടെ ജോലിക്ക് നിൽക്കുമ്പോ എപ്പോഴെപ്പോഴും ലീവ് വേണമെന്ന് പറയരുത്, തരത്തില്ല. അയ്യോ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് താ സാറേ. ഒരു ലീവൊക്കെ തരാൻ കുഴപ്പമില്ല. ഈ താമസത്തിന്റെ കാര്യം എങ്ങനെയാ? എന്റെ അമ്മ പണ്ടേ പറയും ഞാൻ എന്തുണ്ടാക്കിയാലും താമസമാണെന്ന്. നീ ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്. നീ ഇവിടെ എവിടെ കിടക്കും? സാറ് അത് ഞാൻ ഇവിടെ എവിടെങ്കിലും കിടന്നോളാം. ഭക്ഷണം ഇനി സാറ് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കൃത്യമായ സമയത്ത് എടുത്ത് കഴിച്ചോളും. കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം പറഞ്ഞ ഓക്കെ, ഭക്ഷണത്തിന്റെ കാര്യം ഓക്കെ, ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞില്ല. എത്ര ഉദ്ദേശിക്കുന്നേ? മസിൽ പിടിച്ചൊന്നും ചോദിച്ചില്ലെങ്കില് മസിൽ അഴിച്ചു വിട്ടിട്ട് പറഞ്ഞാ മതി. പറ. ഒരു 50,000. ഒരു മാസത്തേക്ക് 50,000 രൂപയോ? സാറേ, കഞ്ഞി കുടിച്ച് ജീവിച്ചു പോണ്ടേ സാറേ. അതെവിടെ 50,000 രൂപ കഞ്ഞി കിട്ടുന്നേ? ഔഷധക്കഞ്ഞി. പിന്നെ ഞാനതേ പുള്ളിയെടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. കൊച്ചാ, കുഞ്ഞപ്പൻ, ഞാൻ പറയട്ടെ. ഭക്ഷണങ്ങളൊക്കെ, താമസവും ഒക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ 50,000 രൂപ കൂടുതലല്ലേ? കൊടുക്കണം. സാറിന്റെ ഭാര്യ ഒന്നുമല്ലല്ലോ, ജോലിക്ക് നിൽക്കുന്നവനല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഭാര്യ അല്ലല്ലോ, ഭാര്യ ആക്കിയാലോ? ഭാര്യ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്റെ ഭാര്യ ആക്കിയാലോ എന്ന്.
അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? അതിനായിരുന്നു ഈ 35 ദിവസം ഓഡീഷൻ വെച്ചത്. കള്ള സൈക്കാട്രിസ്റ്റേ. ഈ പ്രായത്തിൽ എനിക്ക് മാട്രിമോണിയിൽ കൊടുത്ത നാട്ടുകാരെന്ത് പറയും? ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് അനുസരിച്ചുള്ള പെണ്ണും കിട്ടും, പാവപ്പെട്ട വീട്ടിലൊരു കൊച്ചുമാണ് ഇത്. അപ്പൊ താനൊന്ന് പോയി സംസാരിക്കും. ഒരു കാര്യം, സാറിനെ ഒരാശ കെട്ടണം. അത് കുഴപ്പമില്ല, നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചങ്ങ് കെട്ടിയാ മതി. എന്തോന്നു? അല്ല, സാറിന് ആശ കെട്ടണം എന്നല്ലേ? അയ്യോ അങ്ങനല്ല, സാറിനെ നിന്നെ കല്യാണം കഴിക്കണം ഒരാഗ്രഹം. നിനക്ക് അഭിപ്രായം എങ്ങനെയാ? നിന്റെ ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. എന്നാലും ഒരു ഇത് പറ. അതെ, ഞാനിവിടെ വന്നത് ഓഡീഷൻ വെച്ചിട്ടാണല്ലോ, അങ്ങനെയല്ലേ പാസ്സായത്. ജീവിതത്തിലേക്ക് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോ ഞാനും ഒരു ഓഡീഷൻ അങ്ങ് വെക്കും. അതിലെന്തായാലും പാസ്സാവണം. ഞാൻ എപ്പോഴേ റെഡി. അപ്പം ഓഡീഷൻ ഇനി 36-ാം ദിവസം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇവർ മൂന്നുപേരും വരുന്നത്. ഒരു നല്ല കൈയടി കൊടുത്ത് നമുക്ക് തിരിച്ച് പിന്നെയും സ്വാഗതം ചെയ്യാം. നസീർക്ക, എന്തായാലും തിരിച്ചുവരവ് നന്നായി. എന്താ ഇത്രയും വൈകിയത് വരാനായി? വീട്ടിലോരോ പണിയാ എനിക്ക്. വീട്ടിൽ ഇത്രയും പണിയുണ്ട് ഈ 2 വർഷം അടുത്ത്. 1.5 വർഷത്തെ പണിയായിരുന്നു. അതെ, എന്ത് പണിയാ അത്? അല്ല, മക്കളെയൊക്കെ സ്കൂളൊക്കെ വിട്ട് അങ്ങനെയൊക്കെ അങ്ങ് പോയതാ. എന്നാലും ഐശ്വര്യ, നമ്മുടെ ഈ ടച്ച് മറന്നു പോകത്തില്ലല്ലോ. എത്ര വർഷം നമ്മൾ മാറി നിന്നാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ കല എപ്പോഴായാലും പുറത്തു വരും. ഗംഭീരമായിട്ട് 3 പേരും ചെയ്തു കേട്ടോ. സ്ക്രിപ്റ്റും വലിയ മോശമുള്ള ഒരു സ്ക്രിപ്റ്റ് അല്ല. ഒന്നുകൂടി ഒന്ന് ഇതാക്കി എടുത്താൽ നിങ്ങൾ നല്ല ഒരു ടീമായിട്ട് മാറും ഇവിടെ. കാരണം നല്ല ടാലൻ്റുള്ള ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ഈ ഇത്രയും സമയം മാറി നിന്നുകൊണ്ടായിരിക്കും ഒരു ബാലൻസ് കുറവുണ്ട് ഇപ്പം മൊത്തത്തിൽ. ആ ബാലൻസ് കുറവ് ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഡയലോഗ് പ്രസന്റേഷൻ്റെ രീതികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എല്ലാം കൊണ്ടും നിങ്ങൾ ഇവിടെ നമുക്ക് വേണ്ട 3 ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. നമുക്കിവിടെ വേണ്ട ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് വിഷമം. എപ്പോഴും വന്നുകൊണ്ടിരുന്നാലേ നിങ്ങളുടെ ഈ മുഖം പുറത്തുള്ള ആൾക്കാർ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ അത് നല്ല കാര്യങ്ങളുണ്ടായി വരികയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രെയിമിലുണ്ടെങ്കിലേ നമ്മളെ ആൾക്കാർ തിരിച്ചറിയൂ. അപ്പോൾ നല്ല നല്ല കണ്ടന്റുകൾ തപ്പിയെടുക്കുക, നല്ല നല്ല കൗണ്ടറുകൾ തപ്പിയെടുക്കുക, നല്ല രീതിയിൽ ഇത് ഇവിടെ വന്ന് അവതരിപ്പിക്കുക, ഇഷ്ടംപോലെ കാശ് വാങ്ങിക്കുക, പോവുക. ഓക്കെ, 3 പേര് നന്നായിരുന്നു. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം അതൊക്കെ മാറ്റിയെടുത്ത് നല്ല ഗംഭീരമായിട്ട് തിരിച്ചു വരിക. ഓൾ ദ ബെസ്റ്റ്. ഐശ്വര്യനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു പെർഫോമൻസും കണ്ടിട്ടില്ല. ഒരൊറ്റ ലക്ഷണം കൊണ്ട് ഞാൻ പറയാം, ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. യാതൊരു സംശയവുമില്ല. ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പാണിത് ഈ ഫ്ലോർ എന്ന് പറയുന്നത്. 3.5 കോടി മലയാളികളിൽ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് ഇങ്ങനെ ശോഭിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ചാൻസ് ഒരിക്കലും അത് മിസ്സാക്കരുത്. ഷാനും മിലേഷും നിങ്ങളുടെ ഈ 3 ഗ്രൂപ്പില്ലേ, 3 പേരും കറക്റ്റ് ചേരുന്നൊരു ഇതുപോലെയാണ്. കാസ്റ്റിങ് നന്നായിട്ടുണ്ട് ഇത്. കാരണം പല വേഷങ്ങൾ ഇപ്പം മുതലാളിയായിട്ടോ വേലക്കാരനായിട്ടോ പുള്ളി പറഞ്ഞല്ലോ, വേണമെങ്കിൽ കൊച്ചച്ഛനാവാം, കുഞ്ഞപ്പൻ എന്നാണ് വേണമെങ്കിലും. അത് നല്ല സാധനമുണ്ട്, അത് നല്ല ഉഗ്രപരി. പക്ഷേ ഇതിന്റെ അച്ചുതണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യ തന്നെയായിരുന്നു. ഐശ്വര്യ അവിടെ നിന്ന് പെർഫോം ചെയ്തുകൊണ്ട് ഇവർക്ക് കുറച്ച് സ്ലോ ഡൗൺ ആയാലും അവരുടെ പെർഫോമൻസും ഗുണം ചെയ്യും അത്. കാരണം ഇങ്ങനെ തെറിച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഭയങ്കര സട്ടിലായിട്ടും കയറി ഇറങ്ങിയൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ടീമാണ്. എനിക്ക് ഒരുപാട് വിശ്വാസമുള്ളൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ ആദ്യമായിട്ട് ഞാൻ കാണുന്നു നിങ്ങളുടെ കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നടക്കുമെന്ന്, നല്ല നടപ്പിലേക്ക് പോകുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. പോട്ടെ മുന്നോട്ട്. ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നത് ടിനി കാണാത്ത പോലെ തന്നെ ഞാനും നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ പുതുമുഖങ്ങളാണ്. ഈ പുതുതായിട്ട് വരുന്ന ആളുകൾ നമ്മൾ ചിലപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കാണാറില്ല. ചിലപ്പോൾ അവരെ പിന്നീട് ഓഡീഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് പറ്റാതെ വരുന്നൊരു സംഭവമാണ്. പക്ഷേ നിങ്ങൾ നമ്മുടെ ലക്ഷ്യമൊക്കെ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങളിവിടെ ആവശ്യമാണ്, നിങ്ങൾ തന്നെ തെളിയിച്ചത്. അപ്പം ഇങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ഗംഭീരമാക്കി ചെയ്തിട്ടാ. നല്ല രസം. 3 പേരും നല്ല ഗ്രാൻഡായിരുന്നു. അത് ഞാൻ ഐശ്വര്യയുടെ കാര്യം പറഞ്ഞാൽ എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശബ്ദം വളരെ റയറായിട്ടാണ്. കാരണം നമ്മൾ കേൾക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ കരുതിയാക്കണത്. ഞാൻ പറയുന്നത് ഇവിടെ തെസ്നിത്ത, അതുപോലെ തന്നെ നമ്മുടെ സുബി, പിന്നെ നമ്മുടെ പ്രിയങ്ക, പിന്നെ നമ്മുടെ ദേവി ചന്ദന, പിന്നെ ഇവിടെ ഉള്ള കുറേ കലാകാരികളുണ്ട്. ഇവരുടെയൊക്കെ വോയിസ് ഇപ്പോൾ എല്ലാ ജനങ്ങൾക്കും അറിയാം. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ശബ്ദം ഇനി ജനങ്ങളുടെ ഇടയിൽ കിടന്ന് കളിക്കാവുന്ന ഒരു ശബ്ദമാണ്.
താങ്ക് യു. നല്ല അഭിനയമാണ്. അത് തന്നെയല്ല ഇവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദവും കൂടിയാണ്. എന്തായാലും 3 പേരും ഗംഭീരമായിരുന്നു കേട്ടോ. ഉഗ്രൻ സ്കിറ്റുമായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് വരണം നിങ്ങൾ കേട്ടോ. 100 വരണം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു. അപ്പോ അല്ല ഇപ്പോഴേ ഇവിടെ ഈ 3 പേര് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായോ? നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ഏത് രീതിയിൽ നിങ്ങൾ വരണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതായത് നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കൊണ്ട് തരിക, നല്ല സ്ക്രിപ്റ്റ്, നല്ല ആക്ടിങ്, നല്ല കൗണ്ടറുകളെ അത് കൊണ്ട് തരിക. നന്നായിരിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, മാർക്ക് കൊടുക്കാം, പൈസ കൊടുക്കാം. എത്ര രൂപ ആര് കൊടുക്കും? ഞാൻ കൊടുക്കാം. ഞാനൊരു 11,000 രൂപ കൊടുക്കാം. 11,000 രൂപ. അടുത്തത് ഞാനൊരു 12,000. 23,000 രൂപ. അയക്കുന്ന അതൊക്കെ മേലെ ഞാൻ കൊടുക്കാം. കിടക്കുന്നു 50,000 രൂപ. ഓക്കെ, സന്തോഷമല്ലേ? ഈ 50, 75, 1, 1.5 ഒക്കെ കിട്ടാൻ എത്രയും വേഗം ഉഷാറായിട്ട് തിരിച്ചു വരൂ. ഞങ്ങളെ ഒരു ഗ്രൂമേഴ്സ് ഞങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു എല്ലാവരും. വളരെ നല്ല രീതിയിൽ. എന്താ ശരിയാ? അതൊന്നുമില്ല, ഐശ്വര്യ പറഞ്ഞോ. പെട്ടെന്ന് ഒത്തിരി നാള് ഗ്യാപ്പ് കിട്ടിയിട്ട് ശേഷമുള്ള ഇതൊരു സിൽവർ പഞ്ചിന്റെ ഒരു എഫക്ട് ഉണ്ടല്ലേ? 50,000 രൂപയ്ക്ക്. തീർച്ചയായിട്ടും സന്തോഷം കൊണ്ടല്ലേ കരഞ്ഞത്? സന്തോഷം കൊണ്ടാ. ഉമ്മസിന്റെ ഒക്കെ ഭയങ്കര സഹായം ഉണ്ടായിരുന്നു. ഒത്തിരി താങ്ക്സ്. കാരണം കുറെ വിട്ടതിനെ കൊണ്ടേ ഈ കുറച്ച് കഷ്ടം. വീട് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണോ? നിങ്ങളുടെ 3 പേരെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേര്. കുറച്ച് നാളായല്ലേ പറഞ്ഞിട്ട്? കൊല്ലം അഞ്ചൽ അല്ലേ? തിരുവനന്തപുരം. അപ്പൊ കോഴിക്കോടും ഉണ്ട്, കൊല്ലം ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. ഷാന്റെ ശബ്ദം മനോഹരമായുള്ള ശബ്ദമാണ്. 1 മാൻ ഷോ ഒക്കെ ചെയ്യണോ സ്റ്റാറുകളൊക്കെ ചെയ്യുന്നതാണോ? അപ്പൊ നേരത്തെ ചെയ്യുമായിരുന്നു. സ്കിറ്റിലേക്ക് വന്നതിന് ശേഷം ഷാന്റെ ശരിക്കുള്ള രൂപം മനസ്സിലായിട്ടില്ല. ഇങ്ങനെ വന്നേക്കണം. അപ്പൊ ഐശ്വര്യ, കരച്ചിലൊക്കെ മാറ്റി ഇനി അങ്ങോട്ട് ചിരിക്കാനുള്ള സമയമാണ്. ഇവിടെ 3 പേരും ഒരു ടീമായിട്ട് ഉഷാറായിട്ട് നിൽക്കി. ലൈഫിൽ വന്ന പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും. ഓക്കെ, ഇന്നിപ്പോ നമ്മുടെ ഒരു കുടുംബമാണല്ലോ. ഉഷാറായിട്ട് പോവാ. ഓക്കെ ഷാൻ, അടുത്ത ഓഡീഷന് കാണാം. അപ്പോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു. എല്ലാ ദിവസത്തെ പോലെ ആവോളം ചിരിച്ചു. നമുക്ക് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ആൾക്കാർ വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ അതായത് തുടങ്ങിയ സമയത്ത് വന്നുപോയവരൊക്കെ തിരിച്ച് പൂർവാധ ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട്. ഉള്ളവർ ഇങ്ങനെ സ്ട്രോങ് ആയി പോകുന്നു. പുതിയ കോമ്പിനേഷൻസ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ആർട്ടിസ്റ്റുകൾ, ഫ്രഷ് കണ്ടന്റ്, ഫ്രഷ് കോമ്പിനേഷൻ. തീർച്ചയായിട്ടും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഓഡിയൻസ് നമുക്ക് വരുന്നുണ്ട്. കുറവലിങ്ങാട്, കിടങ്ങൂര്, ആശാവർക്ക് ചേച്ചിമാരെ ഒക്കെ ആയിട്ടാണ് അവരെല്ലാവരുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു. നല്ല ഉഷാറായിട്ട് കൈയടിച്ചു. ആ ഉഷാർ ഇപ്പോഴും ആവാം. നമുക്കെന്നാ ഇന്ന് അങ്ങോട്ട് പോവാം. അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല സ്കിറ്റുകളും ചിരികളുമായിട്ട് തിരിച്ച് പിന്നെയും കണ്ടുമുട്ടാം. ഓക്കെ, അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.